ഈ പെൺകുട്ടി കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് വിശപ്പ് കാരണം ഒരു ഷോപ്പിൽ നിന്ന് ബ്രെഡ് മോഷ്ടിച്ച് അവളുടെ ഡ്രസ്സിനകത്ത് വെക്കുന്നു. അത് ഇവൻ കാണുന്നു. അവനെ കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അന്തം വിട്ടു നിൽക്കുന്നു. അതിനുള്ളിൽ ഓണർ അവിടേക്ക് വന്ന് അവളെ കൈയോടെ പിടിക്കുന്നു. ഉടനെ തന്നെ അവളെ തന്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. പാരന്റ്സ് വന്നാൽ മാത്രമേ അവളെ വിടൂ എന്ന് പറയുന്നു. പക്ഷെ അവൾ കൊച്ചുകുട്ടിയായതുകൊണ്ട് അയാളുടെ വൈഫിന് പാവം തോന്നി അയാളെ സമാധാനിപ്പിച്ച് ആ ബ്രെഡ് അവൾക്ക് കൊടുക്കുന്നു. പുറത്തേക്ക് വന്നവൾ അത് കഴിക്കുമെന്ന് വിചാരിക്കുമ്പോൾ അത് അവൾ തന്റെ അനിയത്തിക്ക് കൊടുക്കുന്നു. കാരണം 2 ബ്രെഡ് എടുത്ത് രണ്ടുപേരും കഴിക്കാമെന്ന് ചിന്തിച്ചാണ് അവൾ എടുത്തത്. പക്ഷെ ആ ലേഡി അവൾക്ക് ഒരു ബ്രെഡ് മാത്രമേ തിരികെ കൊടുത്തുള്ളൂ. അതുകൊണ്ട് ആ ബ്രെഡ് അനിയത്തിക്ക് കൊടുത്തിട്ട് അന്ന് മുഴുവനും അവൾ ഒന്നും കഴിക്കാതെ വിശന്ന് അവശയാവുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് ഇവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി ഈ കുട്ടികളുടെ പാരന്റ്സ് വഴക്കുണ്ടാക്കി പിരിഞ്ഞു. അച്ഛൻ 2 കുട്ടികളെയും വാനിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ബ്രിഡ്ജിന് താഴെ നിർത്തി അവരോടൊരു വാക്കുപോലും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അന്നു മുതൽ ഈ 2 കുട്ടികളും ഫുഡിന് വേണ്ടി ഓരോ ദിവസവും കഷ്ടപ്പെടുന്നു. ആ വാനിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവന് വീട്ടിലേക്ക് വന്നിട്ടും അവരുടെ അവസ്ഥയോർത്ത് കഴിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അവർക്ക് ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന അച്ഛനും അമ്മയും ഉണ്ട്. അളവിൽ കൂടുതൽ സ്നാക്സും ഫുഡും എല്ലാം കിട്ടുന്നു. പക്ഷെ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ ഈ കുട്ടികൾ കഷ്ടപ്പെടുന്നത് കണ്ട് അവൻ തകർന്നു പോകുന്നു. അതുകൊണ്ട് അവനാൽ കഴിയുന്ന വിധം അവന് കിട്ടുന്ന ഫുഡ് കളക്ട് ചെയ്തൊരു ടിന്നിലാക്കി അവന്റെ ഫ്രണ്ട് വഴി അവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ നേരവും സ്കൂളിൽ നിന്ന് കഴിച്ചാലും വീട്ടിൽ നിന്ന് കഴിച്ചാലും അതിലൊരു പങ്ക് ഇവർക്ക് മാറ്റിയിട്ടാണ് കഴിക്കുന്നത്. ഇടയ്ക്കിടെ ചെന്ന് അവർക്ക് അത് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ കാണുന്നത് ആ കുട്ടികൾ താമസിച്ചിരുന്ന 4 കുരുത്തം കെട്ട കുട്ടികൾ അടിച്ചു തകർക്കുന്നതാണ്. ചോദിക്കാൻ ആരുമില്ലെന്ന ധൈര്യത്തിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അന്ന് അവരെ അവിടെ തനിച്ചാക്കാതെ അവൻ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവന്റെ അമ്മ അവർക്കായി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷെ ഈ പെൺകുട്ടി മറ്റുള്ളവർക്ക് ഭാരമായിരിക്കാൻ പാടില്ലെന്ന് ചിന്തിച്ച് തെറ്റായ ഒരു തീരുമാനമെടുക്കുന്നു. അതറിഞ്ഞ അനിയത്തി കരയാൻ തുടങ്ങുന്നു. അവസാനം ഇവന്റെ ഫാമിലിയുടെ സഹായത്തോടെ 2 പേരെയും ഒരു ഹോമിലേക്ക് മാറ്റുന്നു.